ആ വാളിലേക്കൊന്ന് കുത്തിയതാണ്. അതിൽ നിന്നും പിളർന്ന് നരസിംഹമൂർത്തിയായിട്ട് ഭഗവാൻ പുറത്തേക്ക് വന്നു. സായം സന്ധ്യാസമയത്ത് ഉമ്മറപ്പടിയിൽ ഇരുത്തി ആ ഹിരണ്യകശിപുവിന്റെ മാറിടം തന്റെ കൈകൾ കൊണ്ട് വലിച്ചു കീറി ആ ജന്മത്തെ ഇല്ലാതാക്കി, അഹങ്കാരത്തെ ഇല്ലാതാക്കി കളഞ്ഞു ഭഗവാൻ. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഭഗവാന്റെ കഥകൾ ഇങ്ങനെ പറയുമ്പം ഇങ്ങനെ വാരിക്കൊന്നു അല്ലെ പിളർത്തിക്കൊന്നു എന്നൊക്കെ പറഞ്ഞാലും നിഗ്രഹത്തിൽ കൂടി അനുഗ്രഹം നൽകുന്നു. അത് വിദ്വേഷഭക്തിയാണ്. കംസനായാലും ഈ പറഞ്ഞ പൂതനയായാലും അല്ലെങ്കിൽ ഹിരണ്യകശിപുവായാലും വിദ്വേഷഭക്തിയാണ്. ഓർക്കണം, ഭഗവാന്റെ കൊട്ടാരത്തിലെ ദ്വാരപാലകന്മാരായ ജയനും വിജയനുമാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവായിട്ട് വന്നത്. അവര് ശാപം മൂലം അവരോട് പറഞ്ഞു എന്താണ്, ഭൂമിയിൽ നിങ്ങൾ അസുര ജന്മങ്ങളായി വരും, ഭഗവാന്റെ കൈകൾ കൊണ്ട് നിങ്ങൾക്ക് മോക്ഷം കിട്ടും. ഭഗവാനെ കുറ്റക്കാരനാക്കരുത്. ഒരുപാട് കുറ്റങ്ങൾ അടിച്ചാക്ഷേപിക്കും.